അസ്സലാമലൈക്കും കൂട്ടുകാരെ. ഇന്ന് ഓഗസ്റ്റ് 12 സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിലേക്ക് ഇനി 3 ദിവസങ്ങൾ കൂടി മാത്രം ബാക്കി. നമുക്ക് സ്വാതന്ത്ര്യദിന ചർച്ചകളിലേക്ക് കടക്കാം. ഇന്ന് ഓഗസ്റ്റ് 12 ഇന്ത്യയിലെ 80ാം സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിലേക്ക് ഇനി 3 ദിവസങ്ങളും കൂടെ ബാക്കി. ഒരു കാലത്ത് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലായിരുന്നു. വർഷങ്ങളോളം ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലായതുകൊണ്ട് അവരുടെ നിയന്ത്രണത്തിലായിരുന്നു കഴിഞ്ഞു പോയിരുന്നത്. ഇന്ത്യക്കാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി. ഒടുവിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ആ സ്വാതന്ത്ര്യത്തിന് പിന്നിലെ ഒരുപാട് പേരുടെ ത്യാഗവും പോരാട്ടവും നാം ഒരിക്കലും മറക്കാൻ പാടില്ല. ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ ആദ്യം വന്നത് വ്യാപാരത്തിനായിരുന്നു. പിന്നീട് അവർ ഇന്ത്യയിലെ പല പ്രദേശങ്ങളും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു. 1757 പ്ലാസി യുദ്ധത്തിന് ശേഷം ബംഗാളിൽ ബ്രിട്ടീഷുകാർ അതിശക്തമായ ഭരണാധികാരികളായി മാറി. പിന്നീട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അവരുടെ നിയന്ത്രണത്തിലാക്കി. എന്നാൽ ഇന്ത്യക്കാർ അധിനിവേശത്തെയൊന്നും അംഗീകരിച്ചിരുന്നില്ല. സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം അവർ പിന്നീട് ശക്തമാക്കി. ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിനെതിരെ 1857 ആദ്യമായി നടന്ന സമരമായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം. മംഗൾ പാണ്ഡെ, റാണി ലക്ഷ്മിബായി എന്നിവർ ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പിട്ട് നിന്നു. ഇത് പൂർണ്ണമായി വിജയിച്ചില്ലെങ്കിലും ഇത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചു. പിന്നീട് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തമായി. 1857 ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ഇന്ത്യക്കാർ ഒരു വലിയ സമരം നടത്തി. ഈ പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒരുമിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി എന്നതായിരുന്നു. ബഹദൂർ ഷാ സഫർ, റാണി ലക്ഷ്മിബായി, നാനാ സാഹിബ് തുടങ്ങി നിരവധി ധീരന്മാർ ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകി. വിജയം പൂർണ്ണമായില്ലെങ്കിലും ഐക്യത്തോടെ പോരാടിയ ശക്തരാവുമെന്ന സന്ദേശം ഈ സമരം ഇന്ത്യക്ക് നൽകി. മതത്തിന്റെ പേരിൽ വേർപിരിയാതെ അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിന്നു. അവരുടെ ഐക്യമാണ് നമ്മുടെ ചരിത്രത്തിന്റെ ശക്തി. അവരുടെ ത്യാഗമാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ വില. നാം സ്വതന്ത്രരായി ശ്വസിക്കുമ്പോൾ ഒരിക്കലും അവരുടെ ത്യാഗത്തെ മറക്കരുത്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നമ്മുടെ ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കാം.